കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പൊ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എന്റെ അച്ഛൻ ആരാ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എന്റെ നമ്പർ ഒന്ന് വിളിച്ചിട്ട്, നിനക്ക് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ, ആ വോയിസ് കേട്ടാ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്, നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും, ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള, എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും, നിങ്ങൾ പേടിക്കുകയാണെന്ന്. ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ, നീ എന്തോ വരഞ്ഞു നോക്കണ. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ, മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ? നിനക്ക് പേപ്പർ എഴുതണ ഏത് ചാനലാണ് വന്നത്? നിന്നെ പറ്റി, നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തോണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞു.